നാടുവിട്ട് 6 മാസം കഴിയുന്നതോടെ റേഷൻ കാർഡ് മുതൽ വോട്ടർ പട്ടിക വരെയുള്ള എല്ലാ രേഖകളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടിരുന്ന പ്രവാസിയുടെ പഴയ അവസ്ഥയ്ക്ക് വോട്ടവകാശം ലഭിക്കുന്നതോടെ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് പ്രവാസികൾ. ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടി വളരെ തികച്ചും സ്വാഗതാർഹമായ ഒരു മറുപടിയാണ്. നമ്മൾ പ്രവാസികൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു തീരുമാനമാണത്. നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ചൊരു അവകാശമൊന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു പ്രവാസികൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുക എന്നുള്ളത്. അത് സാധിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. നടന്നാൽ നമുക്ക് നല്ല സൗകര്യമായിരിക്കും. പാർട്ടിനോടുള്ള കാര്യങ്ങളും എല്ലാം വോട്ട് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ലഭ്യവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച ഇ ബാലറ്റും പ്രോക്സി വോട്ടും എങ്ങനെ പ്രായോഗികമാക്കും, ഇവ ദുരുപയോഗം ചെയ്യപ്പെടുമോ തുടങ്ങിയ ചർച്ചകളും ഗൾഫിൽ സജീവമായി കഴിഞ്ഞു. നേരിട്ട് വോട്ടവകാശം ചെയ്യാനുള്ളൊരു രീതിയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമതൊരാളെ വെച്ചിട്ട് ബിനാമിയെ വെച്ചിട്ട് വോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം. സുപ്രീം കോടതിയിലെ അവസാന കടമ്പയും കടന്ന് വിദേശത്തിരുന്ന് വോട്ടവകാശം വിനിയോഗിക്കുന്ന ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഗൾഫിലെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1.